കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ അടയാണ് തയ്യാറാക്കുന്നത്. ഇതൊരു മലബാർ സ്റ്റൈൽ സ്നാക്കാണ്. ഇത് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലും ഉണ്ടാക്കാം. ഞാനൊരു ദിവസം മാത്രം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, കണ്ടു നോക്കൂ. അതിനായി ഞാൻ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും ചെറിയൊരു അല്ലി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പുമാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മതി, കൂടുതലൊന്നും വേണമെന്നില്ല. എല്ലാം കഴുകി വൃത്തിയാക്കി നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇനി കട്ട് ചെയ്ത് വെച്ച സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റണം. കൂടുതലൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് പച്ചമുളക് ഒന്ന് മാറുമ്പോഴത്തേക്കും കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്തൊന്ന് വഴറ്റാം. ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ പൊടിയുടെ. അപ്പോഴത്തേക്ക് പച്ചമുളക് എല്ലാം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ച ചിക്കനും കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പും മസാലയും എല്ലാം പാകത്തിനുണ്ടോ എന്നും കൂടി നോക്കണം കേട്ടോ. അടയുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കാം. അതിനായി മൈദയാണ് കേട്ടോ വേണ്ടത്. ഞാനിതാ മൈദ എടുത്തൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന മൈദയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ അല്പം ഉപ്പ് വെള്ളമാണ്, ഉപ്പ് അല്പം ഇട്ടൊന്ന് കലക്കിയെടുത്ത് അല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് അല്പം എണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി അല്പസമയം കൂടി വെച്ചിരിക്കാം. അത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി വെച്ചിരുന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു മേക്കർ, നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും മേക്കറോ അല്ലെങ്കിൽ കയ്യിലോ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി അതിലേക്ക് ഫില്ലിങ്സും കൂടി വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ ഭാഗം ഒന്ന് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അടകളെല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേക്കറിൽ വെച്ച് ഇങ്ങനെ ഒരേ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇനി പാനിൽ എണ്ണ ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കാം. എന്നിട്ട് ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം അട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മേലെ എല്ലാം കരിയും, അപ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. ഇതേപോലെ രണ്ട് ഭാഗം ഒന്ന് മറിച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ.